ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഞാനിന്നിവിടെ സൈക്കോളജിയിലെ ഒരു അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഇനി ഒരു ടോപ്പിക്കും കൂടിയേ ഉള്ളൂ, നമ്മളൊരു ചെറിയ ടോപ്പിക്കും കൂടിയേ ഉള്ളൂ കേട്ടോ നമുക്ക് സൈക്കോളജിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഊർജ്ജത്തെയാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ പ്രേരണ എന്നത് പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ്. അപ്പോൾ ഗിൽഫോർഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മോട്ടിവേഷൻ എന്നത് എന്താണ്? ഒരു പ്രവർത്തനം തുടങ്ങാനും പിന്നെന്താണ് അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു പ്രവണത. അത് എന്താണ്? അത് വളർത്താനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു ഘടകമോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരോ ആണ് മോട്ടിവേഷൻ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് കേട്ടോ. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് വുഡ്സിനാണ് കേട്ടോ. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അഭിപ്രേരണ എന്ന് വുഡ്സിനാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അഭിപ്രേരണ എന്നാൽ ഒരു പ്രവർത്തനം തുടങ്ങാനും അത് ഊർജിതമായി തുടർന്ന് ചെയ്യാനും സഹായിക്കുന്ന എല്ലാ ആന്തരിക സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം നമ്മളൊരു പ്രവർത്തനം തുടങ്ങുകയാണെങ്കിൽ എന്താണ് അതേ ഒരു തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഊർജ്ജത്തോടെ കണ്ടിന്യൂസ് ആയിട്ട് അത് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മോട്ടിവേഷൻ എന്നാൽ അതെല്ലാം ഉൾക്കൊള്ളും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് കേട്ടോ. ജീവിയിൽ ചലനമുണ്ടാക്കുന്നൊരു പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മോട്ടം എന്ന് പറയുന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അഭിപ്രേരണ ഒരാവശ്യമായി ബന്ധപ്പെട്ട് ജീവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ ആവശ്യം ജീവിയെ ചലിപ്പിക്കുകയും ആവശ്യ സാക്ഷാത്കാരം സാധ്യമാക്കുന്നതിന് സഹായകമായ ലക്ഷ്യത്തിലേക്ക് ജീവിയുടെ പ്രവർത്തനങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഒരു മനുഷ്യന് ഒരാവശ്യം വരുന്ന സമയത്താണ് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷൻ കാരണം എന്ത് ചെയ്യും? ആ മനുഷ്യൻ്റെ ആവശ്യ സാക്ഷാത്കാരം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് അവ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായകമായ ലക്ഷ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൊണ്ടുപോകും. അതിനെയാണ് മോട്ടിവേഷൻ എന്നും കൂടെ പറയുന്നത് കേട്ടോ. അഭിപ്രേരണയിൽ വിവിധ ഘട്ടങ്ങളായി പൂർത്തിയാക്കാവുന്ന ഒരു ചാക്രിക ഗതി കാണാം. ഇതാണ് അഭിപ്രേരണ ചക്രം അഥവാ മോട്ടിവേഷൻ സർക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, നീഡ്സ് ഉണ്ടാവുകയാണ്, നമുക്കൊരാവശ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താവും? നമുക്ക് ആ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നമുക്ക് മോട്ടിവേഷൻ ആവും, നമുക്കൊരു അഭിപ്രേരണ ഉണ്ടാവും. അതുവഴി ആ അഭിപ്രേരണ ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെൻഷനും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ടെൻഷനാണ് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ആ പ്രവർത്തിക്കുന്നത് ഈ ടെൻഷൻ കാരണമാണ്. ഈ ആക്ഷൻ എന്ത് ചെയ്യും? ആ പ്രവർത്തനം എന്ത് ചെയ്യും? നമ്മളെ നമ്മുടെ സംതൃപ്തിയിലേക്ക്, നമ്മുടെ ആവശ്യത്തിൻ്റെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നീഡ്സ് ജനറേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? നീഡ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മോട്ടിവേഷൻ വഴി നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനാണ് നമ്മളെ ലീഡ്സ് ടു ആക്ഷനിലേക്കും ദെൻ ഇറ്റ്സ് റിസൾട്ട് ഇൻ സാറ്റിസ്ഫാക്ഷനിലേക്കും എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊന്നും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണ് അഭിപ്രേരണ എന്നുള്ളത് കേട്ടോ. പ്രേരണ ജനിപ്പിക്കുന്ന ഒരാവശ്യം ഉണ്ടാകുന്നു. ഈ പ്രേരണ പിരിമുറുക്കം ഉണ്ടാക്കുകയും അതിൻ്റെ ലഘൂകരണത്തിനായി പ്രയത്നിക്കാൻ ജീവിയിൽ അഭിപ്രേരണ വളർത്തുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ജീവിയുടെ വ്യവഹാരം ലക്ഷ്യോന്മുഖമാകുന്നു. അന്തിമഘട്ടത്തിൽ ജീവി ലക്ഷ്യത്തിലെത്തുകയും ആവശ്യം തൃപ്തമാവുകയും പ്രേരണാശക്തിയുടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നീഡ്സ് ജനറേറ്റ് ചെയ്യും, അതുവഴി നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളിലൊരു ടെൻഷൻ വരും. ആ ടെൻഷനാണ് ലീഡ്സ് ടു ആക്ഷനിലേക്ക് എത്തിക്കുന്നത്. ദെൻ ഇറ്റ് റിസൾട്ട് ഇൻ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ആത്മസംതൃപ്തിയിലേക്ക് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അതിലേക്ക് നമ്മൾ ഈ ആക്ഷൻ കൊണ്ടെത്തിക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ആക്ഷനിലേക്ക് നമ്മളുടെ ഈ ഒരു ആവശ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അതാണ് മോട്ടിവേഷൻ്റെ പ്രാധാന്യമായിട്ട് പറയുന്നത് കേട്ടോ.
ജീവി ഉന്നമാക്കിയ ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ ഉടനടി പ്രബലനം ലഭിക്കും. പ്രബലനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ശക്തിയാണ് കേട്ടോ. എന്താണ്, നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ നമുക്കെന്ത് ലഭിക്കും, നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്നുള്ള എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ ഉന്നമാക്കിയിട്ടുള്ള ലക്ഷ്യം നമ്മൾ നേടിയെടുത്താൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതാണ് ഇവിടെ പറയുന്നത്. അഭിപ്രേരണ ചക്രത്തിലെ ഈ ഉത്തേജക ബലത്തെ സൂചിപ്പിക്കാൻ സമ്മാനം അഥവാ പ്രേരകം എന്ന് പറഞ്ഞിട്ടുള്ള സംജ്ഞയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്താണ് ഈ അഭിപ്രേരണ, നമ്മുടെ ഈ മോട്ടിവേഷൻ ചക്രത്തിലെ ഈ ഒരു ബലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്, അതായത് പ്രേരകം അഥവാ സമ്മാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാമമാണ് ഉപയോഗിക്കുന്നത്. സംജ്ഞ എന്ന് പറഞ്ഞാൽ നാമം കേട്ടോ. നാമമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മോട്ടിവേഷൻ തരുന്ന ബലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമ്മാനം അഥവാ പ്രേരകം എന്ന് പറയുന്നുള്ള നാമം ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രേരകശക്തി തൃപ്തിപ്പെടുത്തി വ്യക്തിയുടെ അഭിപ്രേരണ ശക്തമാക്കുന്ന വസ്തുക്കളെയാണ് പ്രേരകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, ഒരു വ്യക്തിയുടെ മോട്ടിവേഷൻ ശക്തമാക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് പറയുന്നു, പ്രേരകങ്ങൾ എന്ന് പറയുന്നു കേട്ടോ, അഥവാ ഇൻസെൻറ്റീവ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഫാക്ടറി തൊഴിലാളിക്ക് നൽകുന്ന ബോണസ് പ്രേരകത്തിന് ഉദാഹരണമാണ്. ശരിയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫാക്ടറി തൊഴിലാളികൾക്ക്, ഫാക്ടറി എന്ന് മാത്രമല്ല ഏതൊരു തൊഴിലാളിക്കും എന്താണ് ബോണസ് കൊടുക്കുന്നതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ പണി വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കണം. അദ്ദേഹം വീണ്ടും പ്രോത്സാഹിക്കപ്പെടുവാൻ, ഇനി അടുത്ത പ്രാവശ്യം നല്ലതുപോലെ ജോലി എടുക്കുകയാണെങ്കിൽ വീണ്ടും എനിക്ക് ബോണസ് കിട്ടും. അതാണ് പ്രേരകം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ കൊടുക്കുകയാണ്, ഒരു ഇൻസെൻറ്റീവ് ആ പ്രേരകം കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും അദ്ദേഹത്തെ ആ ജോലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്നും കൂടെ അദ്ദേഹത്തിന് ആ ജോലിയുടെ ഉള്ളിൽ തന്നെ എന്താണ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരകം കൊടുക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രേരകശക്തി തൃപ്തിപ്പെടുത്തി ആ വ്യക്തിയുടെ മോട്ടിവേഷൻ, അഭിപ്രേരണ എന്താണ് ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രേരകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഉദാഹരണം ഇവിടെ ഓർത്തിരിക്കണേ. ഫാക്ടറി തൊഴിലാളികൾക്ക് നൽകുന്ന ബോണസ് പ്രേരകത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഫാക്ടറി തൊഴിലാളി എന്നല്ല ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു തൊഴിലാളിക്കും എന്താണ് ആ പണിയെടുക്കുന്ന സമയത്ത് അതിനൊരു ബോണസ് എന്തോ ആയിക്കോട്ടെ ഇത് കൊടുക്കുന്നത് വഴി എന്താണ് അദ്ദേഹത്തിന് ആ ജോലിയിൽ തന്നെ വീണ്ടും ഒരുപാട് ജോലി ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും നമ്മൾ ആ ബോണസ് കൊടുക്കുന്നതിലൂടെ. അപ്പോൾ അതിനെയാണ് കേട്ടോ ഈ പ്രേരകത്തിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രേരകങ്ങൾ എന്താണെന്ന് ഓർത്തിരിക്കണേ. ഇനി നമ്മുടെ ലൈഫിൽ എന്താണ് മോട്ടിവേഷൻ കൊണ്ടുള്ള പ്രാധാന്യം എന്നുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള ഊർജ്ജം വർദ്ധിപ്പിക്കുന്നുണ്ട്, പ്രകടനം മെച്ചപ്പെടുത്തുന്നു, പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നു, സമയത്തെ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പിന്നെന്താണ്, നല്ലൊരു വ്യക്തിത്വം രൂപീകരിക്കാൻ സഹായിക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കുന്നു, പിന്നെന്താണ്, ബന്ധങ്ങളെ മെച്ചപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ലൈഫിൽ മോട്ടിവേഷൻ കൊണ്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. നമ്മൾ PSC പഠിക്കുന്നവരുടെ ഇതുമായിട്ട് തന്നെ നമുക്ക് ഈ അഭിപ്രേരണകളും മോട്ടിവേഷനൊക്കെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇനി നമ്മുടെ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത് കേട്ടോ. ആന്തരികമായിട്ടുള്ളതുമുണ്ട്, ബാഹ്യമായിട്ടുള്ളതുമുണ്ട്. ആന്തരിക അഭിപ്രേരണയും ഉണ്ട്, ബാഹ്യ അഭിപ്രേരണയും ഉണ്ട്. ആന്തരിക അഭിപ്രേരണയെ ഒരു നൈസർഗിക അഭിപ്രേരണ എന്നും ബാഹ്യ അഭിപ്രേരണയെ ഒരു കൃത്രിമ അഭിപ്രേരണ എന്നുമാണ് പറയപ്പെടുന്നത് കേട്ടോ. ആന്തരിക അഭിപ്രേരണയുള്ള വ്യക്തി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അയാൾ അതിൽ തൽപരനായതുകൊണ്ടും അത് ചെയ്യുക വഴി അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് കൊണ്ടുമാണ് അല്ലേ. അപ്പോൾ ഉള്ളിന്ന് വരുന്നൊരു കാര്യം, നമുക്ക് ഉള്ളിന്നൊരു ഒരു കാര്യത്തിനോട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെന്തായിരിക്കും കൂടുതൽ എഫേർട്ട് ഇട്ട് നമ്മളതിൽ നന്നായിട്ട് ഏറ്റവും വൃത്തിയിൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് വളരെ നന്നായിട്ട് കളിക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളതിൽ തൽപരനായി നമുക്കത് ഇഷ്ടത്തോടെയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അതിൽ നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ അതാണ്. നേരെ ഓപ്പോസിറ്റാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ. എന്താണ്, പുറമേക്ക് മാത്രം നമ്മളൊരു കാര്യം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത് കേട്ടോ. വ്യക്തിക്കും പ്രവർത്തനത്തിനും ബാഹ്യമായിട്ടുള്ള അവസ്ഥയാണ്. ആ വ്യക്തിക്കും അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിനും എന്താണ്, പുറമേക്കുള്ള അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. അയാൾ ഉള്ളിലേക്ക് ആ ഒരു പ്രവർത്തനത്തോട് യാതൊരു വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും അയാൾക്കില്ല. ഇതിൽ സംതൃപ്തിയുടെ ഉറവിടം പ്രവർത്തനത്തിനുള്ളതല്ല,
അഭിപ്രേരണയ്ക്ക് പ്രവർത്തനവുമായി ധർമ്മപരമായി ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇതൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് പറയാം. പരീക്ഷ പാസ്സാവാൻ പുസ്തകം വായിക്കുന്നത്, അതാണ് ബാഹ്യ അഭിപ്രേരണയ്ക്ക് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. കുട്ടി എന്തെങ്കിലും പഠിക്കുന്നത് പഠനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്തിനാണ്? ബാഹ്യമായ ഏതോ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് പ്രതിഫലമാണ് കുട്ടി പഠിക്കുന്നത്? ആ കുട്ടിക്ക് പരീക്ഷ പാസ്സായാൽ മതി. പക്ഷേ ആന്തരിക അഭിപ്രേരണയാണെങ്കിൽ എന്ത് വേണം? ആ കുട്ടിക്കത് നല്ല രീതിയിൽ മികച്ച മാർക്കോടുകൂടി മികച്ച രീതിയിൽ പാസ്സാവണം. പക്ഷേ ഇവിടെ ബാഹ്യ അഭിപ്രേരണ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? പുസ്തകം വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് പരീക്ഷ പാസ്സായാൽ മതി. അപ്പോൾ അതാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത്. ചെയ്യണമല്ലോ, അത് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമേക്ക് എഫേർട്ടൊന്നും ഇല്ലാണ്ട് നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം. അതാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത് കേട്ടോ. ആന്തരിക അഭിപ്രേരണയിൽ സ്വാഭാവികമായും ആവേശവും ഉത്തേജകവും അന്തർഭവിച്ചിട്ടുണ്ട്. അതിനാൽ ബാഹ്യപ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലമായിരിക്കും ആന്തരിക അഭിപ്രേരണയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നുള്ളൊരു ഒരു ഇഷ്ടമാണ് ഒരു പ്രവർത്തനത്തിനോട് അല്ലെങ്കിൽ ഒരു കാര്യത്തോട് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നൊരു ഇഷ്ടമാണ്, നമ്മളത് നേടണം, നമുക്കത് വേണം എന്നുള്ള കലശലായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ആവേശവും പിന്നെന്താണ്, നമുക്കതിന്ന് ഉത്തേജകവും അന്തർഭവിക്കും. നമുക്ക് അതിൽ നിന്ന് തന്നെ എന്താണ് എല്ലാ ഊർജ്ജവും നമുക്കത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഊർജ്ജവും ആവേശവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് എന്താണ്, ഈ ബാഹ്യ അഭിപ്രേരണയേക്കാൾ കൂടുതൽ ഫലം എന്തിന് നൽകുന്നുണ്ട്? ആന്തരിക അഭിപ്രേരണയിലാണ് നൽകുന്നത്. അപ്പം നമ്മൾ FABയൊക്കെ പഠിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും ആന്തരിക പ്രേരണയിൽ തന്നെ പഠിക്കാം കേട്ടോ. എല്ലാവരും അങ്ങനെയൊന്ന് വിചാരിക്കുന്നു. ഇനി അല്ലാത്തവരുണ്ടോ? ബാഹ്യ അഭിപ്രേരണയും കൊണ്ട് നടക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫലമൊന്നും തരില്ല കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ എന്ത് കാര്യവും അത് അറിഞ്ഞ് നമ്മൾ ഇഷ്ടത്തോടെ പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബേസിക്കലി എനിക്ക് മാത്സ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കിഷ്ടമല്ല മാത്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് ആ ജോലി, ഒരു ജോലി, ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കത് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുള്ളെന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും അത് പഠിക്കുക തന്നെ വേണം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്കത് ഒട്ടും തലയിൽ നിൽക്കില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളത് ഒരുപാട് നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ മാത്സിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്ലാസ്സാണ്. നല്ല ഈസി വേസിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഒരുപാട് തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ഒരു സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു, അങ്ങനെ ഒരു മോഡൽ കണ്ടതുകൊണ്ട് നമ്മളതിൽ നമുക്കത് തലയിൽ നിൽക്കണമെന്നില്ല. അതേ മോഡൽ നമ്മൾ ഒരുപാട് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ആ ട്രിക്ക് തലയിൽ നിൽക്കുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആരെങ്കിലും ഉണ്ടോ ജെറിൻ സാറിൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നവർ? നല്ല ക്ലാസ്സാണ്. മാത്സിന് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ് ജെറിൻ സാറിൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് ഏതാണ്? ആന്തരിക പ്രേരണയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഫലം നമുക്ക് നൽകുന്നത് ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷനാണ് നൽകുന്നത്. പഠനത്തിനോട് അനുകൂലമായ മനോഭാവം സൃഷ്ടിക്കാൻ ആന്തരിക അഭിപ്രേരണം മൂലം സാധിക്കും. അപ്പോൾ നമുക്ക് പഠനം കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം പഠനത്തോട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആന്തരിക അഭിപ്രേരണം മൂലം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്കത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉള്ളിൽ നിന്നുള്ള പഠനത്തോട് ഉള്ളിൽ നിന്നുള്ളൊരു ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മൾ പഠിക്കുന്ന പഠനത്തിനോട് നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു ഒരു അന്തരീക്ഷം ബുക്കുമായിട്ട് അല്ലെങ്കിൽ പഠനവുമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി നേടാനുള്ള അഭിപ്രേരണ. എന്താണ് നേടാനുള്ള അഭിപ്രേരണ? നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ഹാർവാർഡ് സർവകലാശാലയിൽ മക്ലാൻഡ് 1951 ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം മക്ലാൻഡ് എന്ന് പറയുന്നത് ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ളത് കേട്ടോ. നേടാനുള്ള അഭിപ്രേരണ ഉയർന്ന തോതിൽ പുലർത്തുന്ന പഠിതാക്കൾ കഠിനമായി പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നു. നമുക്കിട്ടുള്ളൊരു കൊട്ടാണേ. നേടാനുള്ള അഭിപ്രേരണ എന്ത് ചെയ്യും? ഉയർന്ന തോതിൽ പുലർത്തുന്ന പഠിതാക്കൾ എന്ത് ചെയ്യും? നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് നല്ല പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ട് അവരിപ്പോൾ നല്ല രീതിയിൽ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇത് നോക്കൂ, നേടാനുള്ള അഭിപ്രേരണയുള്ള പഠിതാവ് ഉന്നതമാക്കുന്ന വിജയ നിലവാരം നേടും. ഉള്ളിൽ നിന്നുള്ളതാണ്. അപ്പോൾ അവരെന്തായാലും എന്ത് ചെയ്യും? അവർ ലക്ഷ്യം വെക്കുന്ന വിജയ നിലവാരം അവർ നേടും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്ന് കറങ്ങി കളിക്കുന്നുണ്ടാവും. ഡേവിഡ് മക്ലാൻഡിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കം കുറച്ച് മാനസികവും കായികവുമായ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കൂടുതൽ നന്നാവാനും
തനതായ നേട്ടങ്ങൾ കൈവരിക്കാനും ഗുണമേന്മയുടെ നിലവാരവുമായി സ്വയം താരതമ്യപ്പെടുത്താനും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നേട്ടം എന്ന ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഡേവിഡ് മക്ലാൻഡിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നേടാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മനുഷ്യൻ എന്താണ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നേട്ടം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് അദ്ദേഹം നേടാനുള്ള അഭിപ്രേരണയെ ഇവിടെ പറയുന്നത് കേട്ടോ. നേടാനുള്ള അഭിപ്രേരണ വളർത്താൻ അധ്യാപകർ കുട്ടികളെ അനുസ്യൂതം പ്രോത്സാഹിപ്പിക്കുകയും വിജയികളെ ഉടനടി പ്രബലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രബലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തുക. അപ്പോൾ എന്താണ്, ഓരോ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകർ കുട്ടികളെ എന്ത് ചെയ്യണം, എപ്പോഴും എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വിജയിയായവരെ കൂടുതൽ എന്താണ് ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ കൂടുതൽ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നേടാനുള്ള അഭിപ്രേരണ എങ്ങനെ വികസിപ്പിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? വീട്ടിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന പരിശീലനം വഴി എങ്ങനെ നേടാനുള്ള അഭിപ്രേരണ എന്താണ് നമുക്ക് കൂടുതൽ വികസിപ്പിക്കാം. തങ്ങളെപ്പറ്റി അധ്യാപകർ പുലർത്തുന്ന പ്രതീക്ഷ വഴി ലഭിക്കുന്ന മാർഗദർശനം, സമൂഹത്തിൻ്റെ സാമൂഹിക ദർശനം, മഹാന്മാരെയും അവരുടെ നേട്ടങ്ങളെയും കുറിച്ചുള്ള കഥകൾ, നല്ല ക്ലാസ് അന്തരീക്ഷം, അധ്യാപകരുടെ മനോഭാവം, ഉത്തരവാദിത്തങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ, സമർപ്പണം, സാമൂഹിക അന്തരീക്ഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേടാനുള്ള അഭിപ്രേരണ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാവുന്നത് കേട്ടോ. എന്താണ്, വീട്ടിൽ നമുക്ക് എന്താണ് ആദ്യകാലത്ത് ലഭിക്കുന്ന പരിശീലനം വഴി ഇത് നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എന്താണ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ കൈ കൊട്ടാറില്ല, അവരെന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാറില്ലേ, അതുവഴി. പിന്നെന്താണ്, ഇനി കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അധ്യാപകർ ഇങ്ങനെ അവരോട് പറയും, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ, നിങ്ങൾ ഇത്ര മാർക്ക് വാങ്ങിക്കണം, നിങ്ങൾ ഇങ്ങനെയുള്ളവരായി തീരണം, അങ്ങനെ അതുവഴിയും ഇങ്ങനെ ഇത് വികസിപ്പിക്കാൻ പറ്റും. പിന്നെന്താണ്, ഓരോ കുട്ടികൾക്കും ഓരോ മാർഗദർശനം ലഭിക്കൂലേ. മാർഗദർശനം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് മുന്നോട്ടുള്ള വഴികൾ, നമ്മൾ ഇപ്പോൾ മുതിർന്നവരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, മുന്നോട്ടുള്ള വഴികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വഴി. പിന്നെന്താണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സാമൂഹിക ദർശനം, അവർ സമൂഹം എങ്ങനെയാണ് എന്താണ് നോക്കിക്കാണുന്നത് എന്ന് വഴി കേട്ടോ. പിന്നെന്താണ്, മഹാന്മാരെയും അവരുടെ നേട്ടങ്ങളെയും കുറിച്ചുള്ള കഥകൾ വഴി. ഇതൊക്കെ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ കുട്ടികളൊക്കെ, നമ്മുടെ കുട്ടികളെന്നല്ല നമ്മളും ഇതൊക്കെ കേട്ടിട്ട് തന്നെയാണ് കേട്ടോ വളരുന്നത്. മഹാന്മാരെയും അവരുടെ കഥകളെയും കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടാണ് വളരുന്നത്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് നേടാനുള്ള ഒരു അഭിപ്രേരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളായിട്ടാണ് കേട്ടോ. ഇനി നല്ല ക്ലാസ്സും ആയിരിക്കണം, നല്ല അന്തരീക്ഷവും ഉണ്ടായെങ്കിൽ നമുക്ക് എന്താണ് നേടാനുള്ള അഭിപ്രേരണ കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അധ്യാപകരുടെ ഒരു മനോഭാവം, നമുക്ക് അധ്യാപകർക്ക് എന്താണ് നമ്മുടെ കുട്ടികളോടുള്ള ഒരു മനോഭാവം വഴി. ഇപ്പം ചിലവർ പറയുന്നുണ്ട്, ചില സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമാവാതെ പോയത് എൻ്റെ അധ്യാപകൻ ഇങ്ങനെ ആയതുകൊണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ നേടാനുള്ള അഭിപ്രേരണയിൽ നമ്മുടെ അധ്യാപകൻ്റെ മനോഭാവം നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. കാരണം വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ, നമ്മൾ വീട്ടിലുള്ളവരെക്കാട്ടിലും കൂടുതൽ വീട്ടിലുള്ളവരുമായിട്ട് അതിനെക്കാട്ടിലും കൂടുതൽ കുട്ടി ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയെ സ്വാധീനിക്കാൻ പോകുന്നതും തീർച്ചയായിട്ടും സ്കൂൾ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ അധ്യാപകൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എന്താണ്, ഒരു കുട്ടിയുടെ നേടിയെടുക്കാനുള്ള അഭിപ്രേരണയിൽ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഉത്തരവാദിത്തങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ. അതൊക്കെ നമുക്ക് സ്കൂളുകളിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ കിട്ടാറുണ്ടല്ലേ. ഇപ്പോൾ ഒരു ജോലി വീട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ അമ്മ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, അയ്യോ മോനെ അത് ചെയ്യല്ലേ കേട്ടോ, കൈ പൊള്ളും, അല്ലെങ്കിൽ കാല് പോവും, അല്ലെങ്കിൽ എന്താണ് എവിടെയെങ്കിലും ഇടിക്കും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള പിന്നെ ഒരു തവണ അവർ ഒറ്റയ്ക്കാണെങ്കിൽ കൂടെ അത് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്കുള്ളിലൊരു പേടി ഉണ്ടാവും. അപ്പോൾ അവരോട് പിൻവലിയാനേ അവർ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ അതിനും മറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സേഫ്റ്റികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്കതൊന്നും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സമർപ്പണം, പിന്നെന്താണ് സാമൂഹിക അന്തരീക്ഷം. സമർപ്പണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ നീക്കി വയ്ക്കുക. അതുവഴി നമുക്ക് നേടാനുള്ള അഭിപ്രേരണ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നല്ലൊരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് നേടാനുള്ള അഭിപ്രേരണ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നേടാനുള്ള അഭിപ്രേരണ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഒഴിവാക്കാനുള്ള അഭിപ്രേരണ, പരാജയമോ ഭയമോ ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ.
പരാജയമോ ഭയമോ ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം പ്രേരണയുള്ളവർ പരാജയങ്ങൾക്കിടയിലും നേട്ടം കൈവരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് ഒഴിവാക്കാനുള്ള പ്രേരണയുള്ളവർ എന്താണ് ഈ ഇൻ്റർവ്യൂസ് PSC ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സക്സസ് ആയത്. ഒരുപാട് പരാജയങ്ങൾ കിട്ടിയിട്ടും എന്താണ് തോൽക്കാതെ പിന്നെയും പഠിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരവരെ ലക്ഷ്യങ്ങളിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും നല്ലൊരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. ഇനി അഭിപ്രേരണ, മോട്ടിവേഷൻ വളർത്താൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ അതൊന്നും നമുക്ക് നോക്കാം. പെടാത്തത് ഏത് അല്ലെങ്കിൽ പെടുന്നത് ഏതെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഇതായിട്ടാണ് കേട്ടോ വരുന്നത് ക്വസ്റ്റ്യൻ. ഈ അഭിപ്രേരണയുമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. ഇത് വളർത്താനുള്ള മാർഗ്ഗങ്ങളിൽ പെടാത്തത് ഏതൊക്കെ, അങ്ങനെയായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം. എന്തൊക്കെയാണ്? ലക്ഷ്യം നിർണ്ണയിക്കൽ. ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു ലക്ഷ്യം വേണം. പിന്നെന്ത് വേണം? ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ശാന്തമായിട്ടുള്ള, നമുക്ക് എന്താണ് നല്ലൊരു അന്തരീക്ഷം, നമ്മുടെ എന്താണ് ഹൃദ്യമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കണം. പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്നല്ല പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ പുതിയ പഠനത്തെ എന്ത് ചെയ്യും? പഴയ അനുഭവങ്ങളുമായിട്ട് എന്തായാലും ബന്ധപ്പെടുത്തണം. നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും ഞാൻ നമ്മുടെ PSC ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഓരോ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻ്റ്, എവിടെയാണ് അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളവിടെ മാർക്ക് പോയത്, എന്തുകൊണ്ടാണ് നമ്മളവിടെ കൺഫ്യൂഷൻ ആയത്, കാരണം എന്താണ് റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരു കാര്യം പഠിച്ചു പോയി, അങ്ങനെ പഠിച്ചു പോകണം. പക്ഷെ നമ്മുടെ തലയിൽ ഫീഡാവണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ തലച്ചോറിലേക്ക് വീണ്ടും നമ്മളത് കയറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ തലച്ചോറിൽ അത് ഫീഡാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ കൺഫ്യൂഷൻ അടിച്ചതും നമുക്കത് തെറ്റായി പോയതും ഒക്കെ. അപ്പം അതാണ് നമ്മുടെ കഴിഞ്ഞ ഒരു എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്കുണ്ടായ ഒരു തെറ്റെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം അതെന്ത് ചെയ്യണം? നമ്മളത് തിരുത്തി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. പിന്നെന്താണ്? കാര്യക്ഷമമായ ബോധന തന്ത്രങ്ങൾ സ്വീകരിക്കൽ. നമ്മൾ എന്ത് ചെയ്യണം? ഒരേ പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ജോഗ്രഫീനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങൾ എല്ലാ എക്സാമിനും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നദികളെക്കുറിച്ച് പഠിക്കുന്നു, പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്നു, അങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളവിടെ ഏറ്റവും ഇപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ വിലയിരുത്തണം. ആ കാര്യത്തെ വിലയിരുത്തുമ്പോൾ PSCനെ വിലയിരുത്തുകയാണെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളാണ് നമ്മൾ നന്നായിട്ട് റിവിഷൻ കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വിട്ടിട്ട് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ചേർന്നു എന്ന് വിചാരിച്ചാൽ നമ്മുടെ PSC ക്ലാസ്സുകളൊക്കെ ചേരുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് PSC ക്ലാസ്സസും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഡീപ്പായിട്ടാണ് അവർ പഠിപ്പിക്കുക. ആദ്യം മുതലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ പോകും. അപ്പോൾ എന്ത് ചെയ്യും? പഠിച്ച് ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോഴേക്കും എന്തായിരിക്കും? എക്സാം ആവാറായിരിക്കും. അപ്പോൾ നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം നമ്മളവിടെ ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ LDC ആണെങ്കിൽ LD ലെവലിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മേഖല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുമായിട്ട് നമ്മൾ ആ ഒരു മേഖലയായിട്ട് കൂടുതലായിട്ട് പഠിക്കുക. ഇനി ആ മേഖല നമ്മൾക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് നമ്മൾ PSC പഠിക്കാൻ ഒരു ടെൻഷനില്ല. നമ്മൾ ഓരോ ടോപ്പിക്കുകൾ അടിച്ചു കൊടുക്കുക വേണ്ടോ. യൂട്യൂബിൽ ഇഷ്ടംപോലെ ടോപ്പിക്കുകളാണ് വരുന്നത്, ഒരുപാട് ക്ലാസ്സസാണ് വരുന്നത്. പക്ഷെ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു പോകണമല്ലേ, ക്ലാസ് അവിടെ കിടക്കണം. അപ്പോൾ പിന്നെ വേറെന്താണ്? അഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ. നമ്മളെ തന്നെ നമ്മൾ ആ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യണം? നമ്മളുടെ തന്നെ ഒരു പങ്കാളിത്തം നമ്മളതിൽ വർദ്ധിപ്പിക്കണം. അത് വിട്ടിട്ട് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കാണ്ട് മറ്റൊരാളെ ആശ്രയിക്കുക, ആ ഒരു രീതി അത് എന്തിനു പറ്റും? മോട്ടിവേഷന് പറ്റിയതല്ല. പിന്നെന്താണ്? നേട്ടത്തെക്കുറിച്ച് ഉടനടിയുള്ള ഫീഡ്ബാക്ക് നൽകൽ. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്, ഞാൻ ഇത്രയും മാർക്ക് നേടി, അടുത്ത വട്ടത്തെ എക്സാമിന് എനിക്ക് കുറച്ചും കൂടെ മാർക്ക് നേടാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ 100 ക്വസ്റ്റ്യന് വരുന്നത് 100 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളവരും ചുരുക്കം ചിലരേ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളിലൊന്നും മുഴുവനായിട്ട് നോളേജ് ഉള്ളവരൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു ചെറിയ ഒരു നേട്ടമാണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് തന്നെ നമ്മളതൊരു ഫീഡ്ബാക്കായിട്ട് നമ്മൾ നൽകണം, നമുക്ക് തന്നെ കൊടുക്കണം. ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം.
ആരോഗ്യകരമായ മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കൽ, പ്രശംസ, സമ്മാനം. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഏറ്റവും ബെറ്റർ കാര്യമാണ് കേട്ടോ. കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭയങ്കര വാശിയോടുകൂടി ഇപ്പോൾ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ജോലി കിട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു അസൂയോ അതൊക്കെ നമ്മളെ തകർക്കും. അതൊന്നും ഇല്ലാണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരം, പിന്നെ ഒരു സഹകരണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ചോദിച്ചും പറഞ്ഞിട്ടും അവരവർക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മളോട് തന്നെ നമ്മളോട് തന്നെ ഒരു പ്രശംസയൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഓരോ കാര്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഓരോ പ്രശംസയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ജോലി എടുത്തിട്ട് പഠിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റിൽ തന്നെ കണ്ടു, ഒരു ചേച്ചി കുക്ക് ചെയ്തിട്ട് ക്ലാസ് കാണുമായിരുന്നു, പറഞ്ഞു എത്രയോ വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണല്ലേ അത്. ആ ചേച്ചി മാത്രമൊന്നുമല്ല, ആ ചേച്ചീനെ പോലെ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ കൂടെ ഒരുപാട് തിരക്കുകൾ, എൻ്റെ വീട്ടിലെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണ്. വീണ്ടും ഞാൻ പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചെറിയ ചെറിയ പ്രശംസകളൊക്കെ നമുക്ക് നമ്മളോട് തന്നെ പറയാം. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കേസിലല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളാണെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ നമ്മളുടെ അമ്മമാരോ അച്ഛന്മാരോ ആരോ ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ പ്രശംസയും സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അവരുടെ ആ ഒരു മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ വളർത്താനുള്ള മാർഗ്ഗങ്ങളായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇപ്പോൾ നമ്മൾ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ അഥവാ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ ടോപ്പിക്കും കൂടി ഉള്ളൂ കംപ്ലീറ്റ് ആക്കാൻ സൈക്കോളജിയിൽ. അത് ഞാൻ ഉടനെ ക്ലാസ് ആയിട്ടിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിക്കുക. പിന്നെന്താ, നന്നായിട്ട് റിവിഷൻ കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആരോഗ്യകരമായ മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ പറയാൻ വിചാരിച്ചു, ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ചാറ്റ് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതിൽ പാസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലെയാണ് കേട്ടോ ഞാനത് ആലോചിച്ചിരിക്കുന്നത്. പക്ഷേ അതിലങ്ങനെ തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങനെ ആഗ്രഹമുള്ളവർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതുമായിട്ട് മാത്രം നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് വേണ്ടിയിട്ട് മാത്രം അവരവർക്ക് കിട്ടുന്ന അറിവുകൾ ഇതുമായിട്ട് നമ്മുടെ FAPO ആണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ FAPO എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ കട്ടിങ്സോ ചെറിയ ചെറിയ പോയിന്റുകളോ എന്തോ ആയിക്കോട്ടെ അതിൽ ഷെയർ ചെയ്ത് കഴിയുകയാണെന്ന് വെച്ചാൽ നമ്മളത് വായിക്കുമ്പോൾ ഇനി എങ്ങാനും നമുക്കൊരു മാർക്കിന് നമുക്ക് കിട്ടിയാലോ ആ ഒരു മാർക്ക് ചിലപ്പോൾ നമ്മളെ ജോലിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ വരിക കേട്ടോ. പിന്നെ ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. പോട്ടെ, ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ താങ്ക് യു കേട്ടോ. ഇനി ഞാൻ അടുത്ത ക്ലാസ്സുമായിട്ട് വരാം, നല്ലൊരു ക്ലാസ്സുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ കേട്ടോ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, കണ്ടിട്ട് താല്പര്യമാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ഇടും. അപ്പോൾ നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി എൻ്റെ വീഡിയോസ് വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ മതിയേ. അപ്പോൾ അവസാനമായിട്ട് താങ്ക് യു, ടാറ്റ.